നിർത്തല്ലേട്ടോ ഇങ്ങോട്ട് കേറ്റി നിർത്തടാ. ആ ബുക്കും പേപ്പർ എടുത്ത് സാറിനെ കാണിച്ചേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഹരിതാപമായ കലാലയത്തിലേക്ക് സ്വാഗതം. ശരിക്കും ഷൈൻ ചെയ്തടാ, നീ ഭാഗ്യവതിയാ. ആ കാലമാണമാർക്ക് എന്ത് പറ്റി? വെൽക്കം സ്പീച്ച് കഴിഞ്ഞോ? കഴിഞ്ഞു. കഷ്ടം. എന്താ ഇവിടെ വന്ന അവന്മാർക്ക് ഇനി കലക്കാൻ പറ്റില്ലല്ലോ. കീടങ്ങൾ അവിടെ പോയി. പോലീസ് പൊക്കി. എന്താ നോക്കി പഠിപ്പിക്കാൻ? എന്നിട്ട് പറയപ്പെട്ടാളപ്പോഴും സോറി. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. ഒരു കാര്യം ഉറപ്പാ, അവന്മാർക്ക് പെട്ടെന്നൊന്നും സ്റ്റേഷനിൽ ഇറങ്ങി പോരാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു ദിവസം കീടങ്ങൾ എത്താൻ പ്രയാസ. ട്രാഫിക്കിലിരുന്ന വനിതാ പോലീസിനോടെ അങ്ങനെ ഒരു ഐറ്റാ ഞാൻ കാണിച്ചത്. എന്താ നീ കാണിച്ചേ? കണ്ടോ ഈ ഷീന മോളാണെന്നേ തോന്നുന്നു. ഞാൻ ബൈക്കിന്റെ ബാക്കിലിരുന്ന് അവരറിയാതെ ആ വനിതാ പോലീസിനെ നോക്കി. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. വേസ്റ്റ്, യൂത്ത് ഈസ് വേസ്റ്റ്. ഇവന്മാരെ പോലെ ക്രിമിനൽസിനെ ഞാൻ ഒരു ക്യാമ്പസിലും കണ്ടിട്ടില്ല. അവന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മുടെ മക്കളോ സഹോദരങ്ങളോ ഒന്നും അല്ലല്ലോ. അവരിവിടുത്തെ സ്റ്റുഡൻസ് ആണ്. ക്ലാസ്സിൽ കയറുന്നതിനേക്കാളും പോലീസ് സ്റ്റേഷനിൽ കയറുന്ന അവന്മാരെ സ്റ്റുഡൻസ് എന്നല്ല ക്രിമിനൽസ് എന്നാ വിളിക്കേണ്ടത്. അവന്മാർ എന്ത് തോന്നിയ ദിവസം ചെയ്താലും റീസാമോട് അവരെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് അവന്മാർ ഇത്ര വഷളായി പോകുന്നത്. ദാ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നിന്നാവും. ഫോൺ എടുത്തേ അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ പറയണം. എന്നാലേ അവർ പഠിക്കൂ. അതിന് പറ്റില്ലെങ്കിൽ അവന്മാരെ ജാമ്യത്തിലെടുക്കാൻ മാത്രം ഒരു അഡ്വക്കേറ്റിനെ നമുക്കൂടെ നിർത്താം. സ്പോർട്സ് കോട്ടയിൽ കയറി വന്നതാ ആ 3 അന്ന് തുടങ്ങിയതായി തലവേദന. അവന്മാര് നാഷണൽ ഗെയിംസിൽ ഗോൾഡ് മെഡൽ പോയിട്ടേ ഒരു ചക്ക മെഡൽ പോലും കൊണ്ടുവരില്ല. വേസ്റ്റ്. ഞാൻ ഈ കസേരയിൽ ഇരുന്നെങ്കിലേ അവന്മാരിപ്പോ വീട്ടിലിരിക്കുമായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. അതെ, കാർഷിക ഗവേഷണ കേന്ദ്രം തന്നെ. ആര്? ഇവിടുത്തെ സ്റ്റുഡന്റോ? അമലോ? അങ്ങനെ ഒരു കുട്ടി ഇവിടെ പഠിക്കുന്നേ ഇല്ലല്ലോ. ആ പിന്നെ അവന്റെ കൂടെ എറിക് ജോണും ബബലും കാണും. അവന്മാരിവിടെ പഠിക്കുന്നില്ല. ഇങ്ങനെ ചില നിലപാടെടുത്തില്ലെങ്കിലേ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഇരുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവന്മാർ 2 ദിവസം അവിടെ കിടക്കട്ടെ. പക്ഷെ മാഡം, അവരെ ജാമ്യത്തിലിറക്കാൻ ഇവിടെ വേറൊരാളുണ്ടല്ലോ. ഏത് ക്യാമ്പസിലും കാണും സ്റ്റുഡൻസിന് വഴി തെറ്റിക്കാൻ ചില അധ്യാപകര്. ഒരു പെണ്ണിനെ കണ്ണിറക്കി കാണിച്ചതുകൊണ്ട് കുട്ടികൾ വഴിതെറ്റിപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കണ്ണിറക്കി കാണിക്കുന്നത് ഒരു ക്രൈമൊന്നും അല്ലല്ലോ. ഇവരുടെ പ്രായത്തിൽ നമ്മളും ഇതൊക്കെ ചെയ്തിട്ടില്ലേ? പിന്നെ ട്രാഫിക് ഒഫൻസ്, ഓവർ സ്പീഡ്, അതൊക്കെ ഈ പ്രായത്തിൽ പറഞ്ഞിട്ടുള്ളതാ. സാറൊന്ന് വരട്ടി വിട്ടാ മതി. കാരണം യൂത്ത് ഈസ് ദ ഫോഴ്സ് ഓഫ് അവർ നേഷൻ. സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാഞ്ഞിട്ടില്ല. പക്ഷെ ഇവന്മാര് ചെയ്തത് ഡ്യൂട്ടിയിലിരിക്കുന്ന വനിതാ പോലീസിനെ കണ്ണിറക്കി കാണിച്ചു. അതെ, അത് തെറ്റാണ്. സാറിനെ പോലൊരു വലിയ മനുഷ്യൻ ഇവന്മാർക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നത് അത് ശരിയല്ല സാറേ. അത് ഇവന്മാര് മനസ്സിലാക്കണം. സോറി സർ, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. സോറി എന്നോടല്ല പറയേണ്ടത്. സോറി സർ. ശരി ശരി, ഇങ്ങനെ ഒരു സാറിനെ കിട്ടിയത് നിങ്ങളുടെയൊക്കെ ഭാഗ്യവാ. ഇറങ്ങട്ടെ. താങ്ക് യു. ഓക്കെ സർ. ടീസ മാഡം, നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കാതിരുന്നത് എന്നോടുള്ള റെസ്പെക്ട് കൊണ്ടാ. ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് അവർ. സോറി സർ. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. എന്ത് പോക്കിരിത്തരാണ് നിങ്ങൾ കാണിച്ചത്? മറ്റാരും കിട്ടിയില്ലടാ നിങ്ങൾക്ക് കണ്ണിറക്കി കാണിക്കാൻ. സത്യമായിട്ടും ഞങ്ങളല്ല സർ. പിന്നെ ആരാ? തനിക്ക് എന്റെ കാറിന്റെ മുമ്പിൽ തന്നെ വന്ന് വീഴണം അല്ലേ? ഏത് സാർ? ഇവനാണ് സാർ ബൈക്കിന്റെ പിന്നിൽ നിന്ന് വനിതാ പോലീസിനെ കണ്ണിറക്കി കാണിച്ചത്. ആഹാ, നീയായിരുന്നു അത്? എടോ, താൻ കാരണം ഇവരുടെ ചീത്തപ്പേര് ഒന്നോടെ ചീത്ത. ഇതിനാണ് ചീറ്റിംഗ് ആൻഡ് പംകിങ്. ചതിയും കുമ്പളങ്ങായി. അറിയാതെ പറ്റിയതാ. ഒന്നുകൂടി ക്ഷമിച്ചൂടെ? ക്ഷമിക്കാനോ? നിന്നോടോ? സാറേ, ഫ്രഷേഴ്സ് ഡേ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇതിലൊക്കെ
ഒക്കെ പങ്കെടുക്കാൻ സാറിന് എവിടുന്ന സമയം? അല്ല, സാർ ഇപ്പൊ ഒരു ക്രിമിനൽ ലോയറും കൂടിയല്ലേ? ആ ക്രിമിനൽസിൽ ജാമ്യത്തിൽ ഇറക്കിയിട്ട് വരിക. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കി എവിടെന്നാ വരുന്നേന്ന്. അവന്മാര് വരുന്നതിന് മുമ്പ് ഇത് വെറും കിഴങ്ങന്മാരുടെ ക്യാമ്പസ് ആയിരുന്നു. ഇപ്പോഴാണ് ഈ ക്യാമ്പസിന് യൂത്തിന്റെ ചൂരും ചുണയും ഉണ്ടായത്. എക്സ്ക്യൂസ് മീ മാഡം, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ഒറ്റ വൈക്കോൽ വിപ്ലവത്തെ കുറിച്ച്, വൺ സ്റ്റോർ റെവല്യൂഷൻ, ഒരു സംശയമുണ്ടേ. സംശയം തീർക്കണമെങ്കിൽ ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ നിന്ന് ആ, ഇവിടെ ലൈബ്രറി ഉണ്ടല്ലേ? ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ടിക്കറ്റ് എടുക്കണോ? അയ്യോ എൻ്റെ അമ്മേ. നടത്താൻ വേണ്ടില്ലോ നമ്മുടെ കിട്ടും. പുതിയ കളേഴ്സ് വരുന്നുണ്ട്. മുട്ടിയാലോ? ഹലോ, ഞങ്ങളെയൊക്കെ അറിയോ? വലിയ ഫേമസ് അല്ലേ? ഞങ്ങൾ എത്താ ഒരു അല്പം വൈകിപ്പോയി. ഒരു അത്യാവശ്യത്തിന് ഒരു സ്ഥലം വരെ. അല്ലേ? അപ്പൊ ന്യൂ കമേഴ്സിന് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. ഈ കീടങ്ങളെ സൂക്ഷിക്കുക. മുന്ന, തണ്ടുതുരപ്പൻ, ചാഴി. എന്തായാലും നല്ല ചുള്ളന്മാരാ. നല്ല രസമുണ്ടല്ലേ? മക്കളോടെ നിന്നേ. എന്താണ് നിന്റെ പേര്? ഫസൽ. നിന്റെയോ? കിഷോർ. ഈ കാരിക്കച്ചർ കണ്ടിട്ട് നിനക്ക് ചിരി വരുന്നുണ്ടല്ലോ. ചിരിക്കാൻ വേണ്ടടാ, വിട്ടേര്, പാവങ്ങളാ. വന്ന് കേറുന്നതിന് മുമ്പ് കളി തുടങ്ങിയ നീ ഒന്നും കോമ്പൗണ്ട് കാണില്ല. ഞങ്ങളുടെ പണി ഉണ്ടാക്കരുത്. ജൂനിയേഴ്സിന്റെ സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ മനസ്സിലായോ? എപ്പ ഇറങ്ങി ലോകപ്പിന്ന്? ഇവരൊക്കെ നിങ്ങളെ കണ്ടാ പഠിക്കുന്നത്. അത് ഓർമ്മിച്ചാ നല്ലത്. പല തവണ വാർണിംഗ് തന്നതാ. ഇനി എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. ഇവന്മാർക്കൊരു പണിഷ്മെന്റ് കൊടുത്തേ പറ്റൂ. ആ അതെ, 2 ദിവസം പുറത്തു നിൽക്കട്ടെ. അതുകൊണ്ട് കാര്യമായില്ല. ഇവന്മാർക്കുള്ള പണിഷ്മെന്റ് ഞാൻ കൊടുക്കാം. ഇവന്മാര് തൂമ്പയെടുത്ത് പുതിയ ബാച്ചിനുള്ള ഫീൽഡ് കളക്കട്ടെ. ഹേ, ദേ നോക്ക്. അയ്യേ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിർത്ത്. എടാ, ഈ ഉടായ്പ കൊണ്ടൊന്നും കാര്യം നടക്കില്ല. കാർഷിക കോളേജ് പഠിച്ചിട്ട് തൂമ്പയും മമ്മട്ടി എടുത്ത് കളക്കാൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ ഇങ്ങനെ മാറിയുന്നേ. ഇച്ചിരിക്ക് മാറിയുന്നേ. എന്നിട്ട് നോക്കിയൊന്ന് പഠിച്ചേ. ദേ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് നല്ല ആഞ്ഞങ്ങ് വെട്ടണം. ഇങ്ങനെ വെട്ടിക്കേ. വെട്ടറാ ശരിക്കും.